ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 9 സ്വീഡനിലെ വിശുദ്ധ നിക്കോളസിന്റെ തിരുനാൾ. ഹെർമന്റെയും മാർഗരറ്റിന്റെയും മകനായി സ്വീഡനിൽ ലിങ്കോപ്പൻ എന്ന നഗരത്തിൽ നിക്കോളസ് ജനിച്ചു. ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച വെള്ളവസ്ത്രം മലിനമാകാതെ സൂക്ഷിച്ചിരുന്ന നിക്കോളസ് വ്യാകരണം സ്വഭവനത്തിലും തുടർന്ന് പാരീസിലും ഓർലിൻസിലും അഭ്യസിപ്പിച്ചു. സിവിൽ നിയമത്തിലും കാനൻ നിയമത്തിലും ബിരുദം നേടി. വൈദികനായ ശേഷം ലിങ്കോപ്പനിലെ ആർച്ച് ബിഷപ്പായി. ജീവിതം മുഴുവനും പ്രാർത്ഥനയും പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്ന നിക്കോളസ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റൊട്ടിയും പച്ചവെള്ളവും മാത്രം കഴിച്ചു. ചില ദിവസങ്ങളിൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച ഉച്ചവരെ യാതൊന്നും ഭക്ഷിച്ചിരുന്നില്ല. കടമകൾ ക്ഷമയോടും മനോദാർഢ്യത്തോടും കൂടെ നിർവഹിച്ചിരുന്നവൻ പാപികളെ മാനസാന്തരപ്പെടുത്താൻ കിണഞ്ഞു പ്രവർത്തിച്ചു. നിക്കോളസിന്റെ ഈ തീക്ഷ്ണത ലിങ്കോപ്പനിലെ മെത്രാനാക്കി ഉയർത്തി. അദ്ദേഹം ആ പട്ടണത്തിലെ 17ാമത്തെ മെത്രാനായിരുന്നു. ദൈവ ശുശ്രൂഷയും അജഗണത്തിന്റെ ഉപരി നന്മയുമായിരുന്നു അഭിനവ മെത്രാന്റെ ലക്ഷ്യം. വിശുദ്ധ ബ്രിജറ്റിന്റെയും അൻസ്കാരിയൂസിന്റെയും ജീവചരിത്രം അദ്ദേഹം രചിച്ചു. വിശുദ്ധ ആൻസലമിനെയും വിശുദ്ധ ഗ്രിഗറിയെയും പറ്റി ചെറിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദൈവകൃത്യങ്ങളിൽ മുഴുകിയിരുന്ന നിക്കോളസ് ദൈവഭവനത്തിലേക്ക് യാത്രയായി. 1381 6ാം ഉർബൻ മാർപ്പാപ്പ ബിഷപ്പ് നിക്കോളസിന്റെ വിശുദ്ധിയെ പ്രശംസിച്ചു. സ്വീഡനിലെ വിശുദ്ധ നിക്കോളസെ, ഇന്നേ ദിവസം ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.